കായംകുളത്തെ ജീവകാരുണ്യ പ്രവർത്തകനും CPM പ്രവർത്തകനുമായിരുന്ന കായംകുളം വൈദ്യൻ വീട്ടിൽ തറയിൽ സിയാദിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി വെറ്റ മുജീബ് എന്ന എരുവ സക്കീന മൻസിലിൽ മുജീബ് റഹ്മാനും രണ്ടാം പ്രതി കായംകുളം കോയിക്കപ്പടി ഫസീല മൻസിലിൽ ഷഫീഖിനും ജീവപര്യന്തം വിധിച്ചു. മാവേലിക്കര അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് 3 ജഡ്ജി SS സീനയാണ് വിധി പറഞ്ഞത്. കായംകുളത്തെ ജീവകാരുണ്യ പ്രവർത്തകനും CPM പ്രവർത്തകനുമായിരുന്ന കായംകുളം വൈദ്യൻ വീട്ടിൽ തറയിൽ സിയാദിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി വെറ്റ മുജീബ് എന്ന എരുവ സക്കീറ മൻസിലിൽ മുജീബ് റഹ്മാനും രണ്ടാം പ്രതി കായംകുളം കോയിക്കപ്പടി ഫസീല മൻസിലിൽ ഷഫീഖിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മാവേലിക്കര അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് 3 ജഡ്ജി SS സീനയാണ് വിധി പ്രഖ്യാപിച്ചത്. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം പരിഗണിച്ചും നിരവധി കേസുകളിൽ പ്രതികളാണെന്നുള്ളത് പരിഗണിച്ചും വിചാരണ കാലയളവിലെ തടവ് ശിക്ഷയിൽ ഇളവ് നൽകിയില്ല. പ്രതികൾക്ക് 1 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. വിധി പ്രഖ്യാപിച്ച ദിവസം മുതൽ ജീവപര്യന്ത ശിക്ഷ പ്രതികൾക്ക് അനുഭവിക്കേണ്ടി വരും. പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ച് അനുയോജ്യമായ വിധി തന്നെയാണ് പ്രഖ്യാപിച്ചതെന്ന് കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രിയദർശൻ തമ്പി പറഞ്ഞു. ഒന്നും രണ്ടും പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ചിരിക്കുന്ന മുഴുവൻ കുറ്റങ്ങളിലും, അതായത് മുഴുവൻ വകുപ്പുകളിലും അവർ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും, അതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമം 324 വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവ്, ഇന്ത്യൻ ശിക്ഷാ നിയമം 325 വകുപ്പ് പ്രകാരം 7 വർഷം കഠിന തടവ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസിൽ ഉള്ളത്, ഈ ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പ്രതിക്ക് സെറ്റ് ഓഫ് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. സെറ്റ് ഓഫ് അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്ര കാലം കിടന്ന ശിക്ഷ കുറച്ച് കിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു കേസിൽ, ഒരു ക്രിമിനൽ കേസിൽ ഒരു പ്രതിയെ ജീവപര്യന്തമോ അല്ലാതെ തടവോ ശിക്ഷിക്കുകയാണെങ്കിൽ അയാൾ വിചാരണ കാലയളവിൽ, കാരണം വിചാരണ കഴിയുന്നത് വരെയുള്ള കാലയളവിൽ അയാൾ കിടന്ന ശിക്ഷയിൽ നിന്ന് കുറച്ചു കൊടുക്കും. അപ്പോൾ ഈ കേസിലെ പ്രതി ഏതാണ്ട് 3 വർഷത്തോളം കാലമായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, ജയിലിലാണ്. അപ്പോൾ ആ കാലയളവ് കുറച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നു മുതൽ അയാൾക്ക് വിധിച്ചിരിക്കുന്ന ജീവപര്യന്ത ശിക്ഷ ഇന്നു മുതൽ റൺ ചെയ്യും എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കോടതി ഈ പ്രതിയുടെ ആൻറ്റിസിഡൻസും മറ്റു കാര്യങ്ങളും പ്രോസിക്യൂഷൻ്റെ വാദവും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. സാറേ, ഒന്നാം പ്രതി ഇതുവരെ പത്തിരതര കേസ് പ്രതി ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്ര ശിക്ഷ. അതിനെ സംബന്ധിച്ചൊരു തീർച്ചയായിട്ടും, കാരണം അത് ഞാൻ ഈ കേസിൻ്റെ പ്രോസിക്യൂഷൻ വാദം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ കാര്യം, ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള വെറ്റ മുജീബ് എന്ന് പറയുന്ന വ്യക്തി 28 കേസുകളിൽ പ്രതിയായിരുന്നു. 28 കേസുകൾ പ്രതിയായിരുന്ന ആളുടെ പേരിൽ ഇപ്പോൾ നിലവിൽ 4 കേസുകൾ മാത്രമേ നേരിട്ടുള്ളൂ. നേരത്തെ അപ്പോൾ 24 കേസുകളിലും അയാളെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൊലക്കേസ് ഉൾപ്പെടെ ശർക്കര വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസ്, അത് വളരെ പ്രസിദ്ധമായ സെൻസേഷണൽ കേസായിരുന്നു. ഇതിലൊക്കെ എത്രയോ സെൻസേഷണൽ, ആ കേസിൽ പോലും അയാൾ വെറുതെ വിട്ടു. അപ്പോൾ ആ വെറുതെ വിട്ടത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട്, സാക്ഷികളെ ഭയപ്പെടുത്തിക്കൊണ്ട് ആണ് സാക്ഷികൾ കൂറുമാറി കോടതിയിൽ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസുകളിലെല്ലാം അയാളെ വെറുതെ വിട്ടത്. സത്യത്തിൽ അത് വളരെ ഗൗരവതരമായി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. കാരണം നിയമവാഴ്ചയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ്. കുറ്റകൃത്യം ചെയ്യുക, സാക്ഷികളെ ഭയപ്പെടുത്തുക, കോടതിക്ക് മുമ്പാകെ വരുമ്പോൾ സാക്ഷികൾ തിരിച്ചു പറയുക, പ്രതികളെ വെറുതെ വിടുക, ആ ഒരു പ്രവണത സത്യത്തിൽ തെറ്റാണ്. ഈ കേസിൽ യാതൊരു സംശയവും വേണ്ട, ഈ കേസിലെ പ്രതി വിചാരണ തടവുകാരനായി കിടന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വിധി വരാൻ കഴിയുന്നത് എന്നുള്ള അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായി ഞാൻ. കാരണം സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ജാമ്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായ അയാൾ ജയിലിലായിരുന്നു ഈ കേസിൻ്റെ വിചാരണയിലുടനീളം. അതുകൊണ്ട് ധൈര്യമായി സാക്ഷികൾക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായി കോടതിയിലൊന്ന് മൊഴി പറയാൻ സാധിച്ചു. സാക്ഷികളെല്ലാം തന്നെ, ഈ കേസിലെ എല്ലാ സാക്ഷികളും തന്നെ പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി പറയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. 4 ദൃക്സാക്ഷികളായിരുന്നു കേസിലുണ്ടായിരുന്നത്. സംഭവം കണ്ട 4 ദൃക്സാക്ഷികൾ. അതിൽ 3 പേര് സംഭവം മുഴുവനായി കണ്ട ആളുകളും 2 പേര് പാർഷ്യലി സംഭവം കണ്ട ആളുകളും. ഈ 4 സാക്ഷികളും വളരെ കൃത്യമായിട്ട് പ്രോസിക്യൂഷന് അനുകൂലമായിട്ട് മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കൂടിക്കാണ് ഈ പ്രതിക്ക് ശരിയായ രീതിയിലുള്ള ശിക്ഷ നൽകുവാൻ സാധിച്ചത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രതി വിചാരണ തടവുകാരനായിരുന്നതിൽ കൂട്ടാളികളോ സുഹൃത്തുക്കളോ ആയാലും സാക്ഷികളെ സ്വാധീനിക്കുകയും ഭയപ്പെടുത്തുകയും സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഈ പ്രതി
അകത്തായിരുന്നെങ്കിൽ പോലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആളുകളും പല സുഹൃത്തുക്കളും എല്ലാം തന്നെ പുറത്തുണ്ടായിരുന്നു. അവർ പലരും ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിലും വിചാരണ വേളയിലൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം നമുക്ക് ഫലപ്രദമായി ചെറുത്തു തോൽപ്പിക്കുവാനും അതിന് പോലീസിൻ്റെയൊക്കെ വളരെ ശക്തമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയും. പ്രത്യേകിച്ച് കായംകുളം സി ആയിരുന്ന ആൾ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടൽ, ഷാഫി അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടൽ വളരെ ശക്തമാണ്. കാരണം അവരെ സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന പ്രവണത ഒരു കേസിൽ കൊണ്ട് ചാർജ് ഫയൽ ചെയ്താൽ ഈ കേസ് പിന്നെ അത് തിരിഞ്ഞു നോക്കാറില്ല. ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു ഗവൺമെൻറ്, അതുപോലെ തന്നെ ഈ CIAയുടെ മോണിറ്ററിങ്, അതെല്ലാം തന്നെ ഈ കേസിൽ നമുക്ക് വളരെ ഫലപ്രദമായി മോണിറ്റർ ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലെ 27 കേസുകൾ പ്രതിയായിരുന്ന ആളിനെ ആലപ്പുഴ ജില്ലയിലെ ക്രൈം റെക്കോർഡ്സിലെ 1-ാം നമ്പർ ലിസ്റ്റിലുള്ള ആളിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനും ശരിയായ ശിക്ഷ കൊടുക്കുവാനും സാധിച്ചത് ഈ ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്ന് യാതൊരു സംശയമില്ല. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും നിലവിൽ പ്രഖ്യാപിച്ച ശിക്ഷ മാതൃകാപരമാണെന്നും അന്വേഷണ സംഘത്തോടും പ്രോസിക്യൂഷനോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ടെന്നും സിയാദിന്റെ സഹോദരൻ അനീഷ് രാജൻ പ്രതികരിച്ചു. സംബന്ധിച്ചിടത്തോളം മരണശിക്ഷയിൽ കുറിച്ചുള്ള ഒരു ശിക്ഷ സന്തോഷം തരുന്നതല്ല. 18-19 വർഷമായിട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് മാതൃകാപരമായ ശിക്ഷയാണ്. അപ്പോൾ അന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കായംകുളം ഷാഫി സാർ, പിന്നെ CP അഡ്വക്കേറ്റ് സാർ, പിന്നെ നമുക്ക് ഇത് നീണ്ടുപോയപ്പോൾ ഏത് കുറ്റവാളികൾക്കും അവരുടെ സാധ്യതകൾ വെച്ചിട്ട് കേസ് നീട്ടിക്കൊണ്ട് 3.5 വർഷമായി ഇലക്ഷൻ മരിച്ചു. അപ്പോൾ ഇത്രയും കാലയളവ് നീട്ടിക്കൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ ഒരു ഹീറോയിസ് സംവിധാനത്തിലേക്ക് അവർ മാറുന്നു. അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആ വിധി നമുക്ക് അനുകൂലമായി വന്നത് വളരെ സന്തോഷമുണ്ട്. വിധിയും ഇപ്പം തൃപ്തിയുണ്ട്. പക്ഷേ വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചത്. മരണശിക്ഷയിൽ കുറഞ്ഞുള്ള ഒരു ശിക്ഷയും എന്നെയും എൻ്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കുന്നതല്ല. പിന്നെ ഈ ജ്യേഷ്ഠനുമായിട്ട് പ്രതിക്ക് എന്തെങ്കിലും വ്യക്തിപരമായി മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ? അദ്ദേഹത്തിൻ്റെ ആ പ്രദേശത്തുള്ള ക്രിമിനൽ സംവിധാനങ്ങൾക്ക് എതിർക്കുക എന്നുള്ളത് മാത്രമല്ല, സ്കൂൾ തലത്തിലുള്ള കഞ്ചാവ്, മറ്റ് വിൽപ്പന, മറ്റു കാര്യങ്ങളെ എതിർക്കുന്നു. ആ പ്രദേശത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കൂട്ടുകാരായ ഗുണ്ടകളെ അടുപ്പിക്കാതിരുന്നതൊക്കെയാണ് പ്രധാന കാരണം. അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും അത് അങ്ങനെയുള്ള ഒരാളായിരുന്നു. നമ്മളുമായിട്ട് നേരിട്ടല്ലെങ്കിൽ പോലും സാക്ഷികളെ പലരെയും ഫോണിൽ കൂടെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ, അവരുടെ വീട്ടുകാരെ പിന്നെ ഭയപ്പെടുത്താൻ, അദ്ദേഹം പിന്നെ പരോളിലോ ജാമ്യത്തിലോ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രതികാരം ഉണ്ടാകുമെന്നുള്ള ഉണ്ടായിരുന്നു. അപ്പം അന്നേരം അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത്തരത്തിലുള്ളതായിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും പ്രത്യേകിച്ച് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ടൈം ബൗണ്ട് പിന്നെ വാങ്ങിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഇടപെട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ച് തന്നിരുന്നു പിന്നെ കമ്പിസാർ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു 2.5 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നിൽക്കുകയും പിന്നെ എല്ലാ സൈഡിലും എല്ലാം പിന്നെ സമയങ്ങളിലും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്ത് കേസ് വിജയം അവരുടെയും കൂടെ വിജയമാണ്. അവരാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. CDNet ന്യൂസ്, മാവേലിക്കര.